ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് തക്കാളി മുരിങ്ങാക്കോലൊക്കെ ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒഴിച്ചുകറിയുടെ റെസിപ്പി നോക്കിയാലോ. കറിയൊക്കെ തയ്യാറാക്കാൻ വേണ്ടി മടി പിടിച്ചിരിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒഴിച്ചുകറിയുടെ റെസിപ്പി ആട്ടത്. എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഫുഡ് യു കിച്ചണിലേക്ക് സ്വാഗതം. തക്കാളി മുരിങ്ങക്ക ഒഴിച്ചുകറി തയ്യാറാക്കാൻ വേണ്ടി ഒരു കടായിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് പകുതിയാക്കിയത് ചേർത്ത് കൊടുക്കാം. 5 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള മുരിങ്ങക്കായാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം 2 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാട്ടോ. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഈ സമയത്തെല്ലാം ഫ്ലെയിം മീഡിയത്തിൽ വെച്ചാൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 2 ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായി അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടോ എന്നൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ ഇപ്പോൾ നന്നായി വെന്ത് ഈ ചാറിൽ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കഷ്ണങ്ങളും നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അരപ്പ് ചേർത്ത ശേഷം ഒരുപാട് ഇട്ട് കറി തിളപ്പിക്കരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി കേട്ടോ. കറി നന്നായിട്ടൊന്ന് ചൂടായി ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുകും വേപ്പിലയും ഉണക്കമുളകും ഒക്കെ ഒന്ന് താളിച്ചൊഴിക്കണം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് താളിക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കും. കടുകൊക്കെ നന്നായി ഒന്ന് പൊട്ടിത്തീരുമ്പോൾ ഇതിലേക്ക് 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് 1 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത ശേഷം ഈ താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി മുരിങ്ങക്ക ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.